ചേച്ചിക്ക് കൊടുത്ത സ്ത്രീധനം ഞാൻ പറഞ്ഞുതരാം. ചേച്ചിക്ക് 20 പവൻ കൊടുത്തടി. ചേച്ചിക്ക് 20 പവൻ കൊടുത്തപ്പം ചേച്ചിയുടെ ഭർത്താവുണ്ട് സെവിച്ചേട്ടൻ. അയാൾ പണിക്ക് പോകത്തില്ലടി. അപ്പം അയാൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അരിയും സാധനങ്ങളും മേടിക്കണി, സാരിയോ ഷർട്ടോ പൊയ്ക്കോ മുത്തുവാണി, നാളെ കാണാം. ചേച്ചിയുടെ ഭർത്താവ് എന്ത് ചെയ്യും? ജിൻസി ആ മോതിരൂരി കൊടുത്തു. എന്നിട്ട് അവർ സുഖമായിട്ട് അടിച്ചു പൊളിച്ചൊക്കെ നടക്കൂടി. അപ്പം അത് എടുക്കൂലാട്ടാ, അത് അവിടെ കിടക്കും. ജിൻസി അടുത്ത വള ഊരി കൊടുത്തു, രണ്ടുപേരും സൂചിച്ചു കൊടുക്കും. അത് അവിടെ കിടക്കുക. അടുത്തത് അങ്ങനെ കിടന്ന് അരി മേടിക്കണോ സവാള മേടിക്കണോ അപ്പം സ്വർണ്ണം കൊണ്ട് പണി. അതാണ് ഇപ്പൊ കുഴപ്പമില്ല. അങ്ങനെ അത് കൂട്ടി നിന്നിട്ടല്ലേ ചേച്ചി ആസ്വദിച്ചു. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് പണിക്കൊക്കെ പോട്ടെ. അവിടെ സ്വർണ്ണം വിറ്റാ ജീവിച്ചേ. സ്വർണ്ണം നിർമ്മിക്ക് വഴക്കായി. എൻ്റെ ഭർത്താവ് ജോലിക്ക് പോകേ. അത് ഞാൻ ഓപ്പൺമെന്റ് നമുക്ക് ഒരിക്കലും നമ്മുടെ ഭർത്താവിനെ കുറ്റം പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഭർത്താവായിട്ട് ഡൈവേഴ്സായിട്ട്, ഇപ്പോൾ ഡൈവേഴ്സ് അല്ല, പിരിഞ്ഞിട്ടതുകൊണ്ട് 11 വർഷമായി. ശരണ അയാളെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അയാൾ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഭർത്താവ് ബിബി മിൽസ് എന്ന് പറഞ്ഞ പുള്ളി എന്നെ ഒരിക്കൽ കൂട്ടിക്കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നന്നായിട്ട് ഒരു ഭർത്താവ് എന്ന രീതിക്ക് എന്നെ നോക്കിയിട്ടുണ്ട്, ഇല്ലാതെ ഞാൻ പറയില്ല. പിന്നെ പുള്ളിക്കാരന് വെള്ളം കുടിച്ചിട്ട് സെക്സിനോടുള്ള ആക്രാന്തം കാരണമാണ്, കൂടുതലും സെക്സിനോടുള്ള ആക്രാന്തവും എൻ്റെ സെക്സ് പരമായിട്ട് പീഡിപ്പിക്കുന്നതുകൊണ്ടും ആണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്. അല്ലാതെ വേറെ ഒന്നുമില്ല കേട്ടോ. സെക്സിൻ്റെ പ്രശ്നം, അതായത് ഭാര്യ ഭർത്താവ് കിടപ്പറ പങ്കിടുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ വേണം. ആ രീതിയിലാണ് ഞാനും നമ്മൾ ഡൈവോഴ്സ് ആവാൻ കാരണം. അല്ലാതെ അയാളെല്ലാം നോക്കൂലേമാലും പട്ടിണിക്ക് ഇരുത്തുകയോ ഒന്നുമില്ല. പിന്നെ അയാൾക്ക് അയാളുടെ കൂടെ സെക്സ് ചെയ്യാത്തപ്പോൾ അയാൾക്ക് സംശയം, അതിൻ്റെ പേരുള്ള അടികാരാണ് ഞങ്ങൾ പിരിഞ്ഞത്. അല്ലാണ്ട് അയാളെല്ലാം നോക്കൂലേയും ഒന്നുമില്ല കേട്ടോ. അത് നമ്മൾ ഓപ്പണായിട്ട് പറയണമല്ലോ. സെക്സിൻ്റെ പേരിലാണ് ഞങ്ങൾ പിരിയാൻ കാരണം, അല്ലാതെ വേറെ രീതിയിലൊന്നും. അതിൻ്റെ പേര് ഞാൻ അടികൂടി. അയാൾക്ക് സെക്സ് അയാളുടെ കൂടെ കൊടുത്തില്ലെങ്കിൽ അയാൾ സംശയിക്കുമല്ലോ. അങ്ങനെ ഭർത്താവ് വന്നപ്പോൾ എന്തിനായിരുന്നു കാട്ടിലൊടിച്ചത്? ഭർത്താവിൻ്റെ കയ്യിൽ ഞാൻ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ കൊല്ലുമെന്ന് എനിക്കറിയാം. കാരണം അവൻ എന്നോട് ഭയങ്കര വ്യക്തിവൈരാഗ്യമുണ്ട്. പോരാത്തതിന് ഞാൻ ഇൻസ്റ്റയിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ ഫേമസാണ്. ഓക്കെ, ഞാൻ അവന് മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ എന്നെ കൊല്ലുമോ ഇല്ലയോ? നിങ്ങൾ പറ. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എൻ്റെ ഇല്ലാത്ത ട്രോളുകളില്ല. പണ്ടത്തെ ബീച്ചെല്ലാം അറിയാം. ഈ ട്രോളൊക്കെ കണ്ടിട്ട് അവൻ്റെ മുന്നിൽ ഞാൻ പെട്ട് കഴിഞ്ഞാൽ എന്നെ കൊല്ലുമോ ഇല്ലയോ? നിങ്ങൾ പറ. എന്നാ മറുപടി ഇല്ലേ? അവൻ്റെ കയ്യിൽ കിട്ടിയ കൊല്ലുമെന്ന് എനിക്കറിയാം, എന്നെ അടിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ജീവനോണ്ട് കാട്ടിപ്പോയി വിളിച്ചതാണ്. ഞാൻ പോലീസുകാരെ വിളിച്ച് പോലീസുകാർ വീട്ടിൽ വരികയും ചെയ്തു. എൻ്റെ രക്ഷ അവിടെ എനിക്ക് നോക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കാട്ടിപ്പോയി വിളിച്ചത്. ഇപ്പോൾ നിങ്ങൾ ബന്ധമില്ല, പിന്നെ പുറകെ വരുന്നേ അവന്. എടി ശർമ്മ, ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു. ഞാൻ ഈ പ്രവാസത്തിൽ എത്തിയതിന് ശേഷം ഞാൻ ഇങ്ങനെ ആയത്. ഓക്കെ, അവൻ്റെ കൂടെ ആയിരുന്നപ്പം ഞാൻ നീർക്കോലിയായിരുന്നു. അവൻ തല്ലി ഒരുപാട് തല്ലി. കറുത്തില്ല, അങ്ങനെ കറുപ്പല്ല, അങ്ങനെ അത്യാവശ്യം കറുപ്പായിരുന്നു. അത്ര മാത്രം ഉപദ്രവിച്ചു. ഇന്ന് അവൻ നോക്കുമ്പോൾ ഞാൻ നല്ല സൈസായി, നല്ല കളർ വെച്ചു, പ്രമുഖിയായി. ഒരുപാട് ആണുങ്ങളുടെ വികാരത്തിൽ മനസ്സിലെ ഒരു വിജിച്ചേച്ചിയായി. അതൊക്കെ ഇപ്പം അവനൊരു മൂഡ്. എൻ്റെ ഭാര്യയല്ലേ, എനിക്ക് എൻ്റെ ഭാര്യയെ കളിക്കണം, അങ്ങനെ ഒരു ഇത്. അവന് കളിക്കണം എന്നുള്ളൊരു ചിന്തയുള്ളൂ. എന്നെ എങ്ങനെയും എൻ്റെ അടുത്ത് വന്ന അടുപ്പം കൂടി എന്നെ ഒന്ന് കളിക്കണം, അതാണ് അവൻ്റെ മനസ്സിലാഗ്രഹം. ഇഷ്ടം കൊണ്ടല്ല. അവൻ നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഞാനൊന്ന് ചൊറുക്ക് കൂടി, വണ്ണം വെച്ച്, സൈസ് കൂടി, പഴയ ആളല്ല. ആണുങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ബിജിച്ചേച്ചിയായി മാറി. അപ്പം അവനും ഉണ്ടാവില്ലേ ചേർന്നേ ഇത്ര വലിയ ആളുടെ സ്വന്തം ഭാര്യയാണ്. ഇത്ര കുറച്ചൊക്കെ കൂടി, കുറച്ച് ഗ്ലാമറായി, അത്യാവശ്യം എല്ലാം ആയി. അപ്പം അവനൊന്നും കളിക്കാനൊരു മൂഡ്, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ കളി കൊടുക്കുമോ? ഷെറിനെ കൊടുക്കുമോ?
വേണ്ട എന്ന് വെച്ചാൽ വേണ്ട. അവന് കളിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വരുന്ന അതിന് പിള്ളേരെ വരും പറഞ്ഞു ഞാൻ നിന്ന് കൊടുക്കുവോ? ഞാൻ കാണാൻ അവസരം കൊടുക്കുവോ? ആരുടെ കൂടെ കിടന്നാലും ആ തെണ്ടിക്കിരി ഞാൻ കളിക്കാൻ കൊടുക്കൂല. ആഹാ, നിർത്താൻ വഴിയില്ലെങ്കിൽ എന്നേ എൻ്റെ ഷെറിനെ ഞാൻ പോയേനെ. ഞങ്ങൾ ലീഗലായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല. അവൻ നാളെ പറയാണ് എൻ്റെ 3 മക്കൾ അവൻ്റെ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയി തപ്പും? ഞാൻ എന്ത് രേഖ ഉണ്ടാക്കും? അവൻ പറയാണ് എൻ്റെ അല്ല ഈ 3 മക്കളെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അവനറിയാം അവൻ്റെ 3 മക്കളാണെന്ന് എനിക്കറിയാം. പക്ഷെ നാളെ അവൻ പറഞ്ഞെന്താക്കും? അപ്പൊ എന്താ നാളെ അവൻ പറയാണ് ഇതുങ്ങൾ എൻ്റെ മക്കളല്ല. കോടതി പറയാണ് ഇതുങ്ങൾ എൻ്റെ മക്കളല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ മൂഞ്ചിക്കാം? മൂഞ്ചിയില്ലേ ഷെറിനെ? അവനറിയാം അവൻ്റെ മക്കളാണെന്ന്, എനിക്കും അറിയാം. പക്ഷെ അവനങ്ങനെ പറഞ്ഞാൽ ഞാൻ മൂഞ്ചിയാ. DNA ടെസ്റ്റ് എന്തിനാ? എൻ്റെ 3 മക്കളുടെ ബ്ലഡ് ഗ്രൂപ്പ് അവൻ്റെ തന്നെയാ. ആ പൂറിൻ്റെ AB പോസിറ്റീവാ. 3 മക്കളും AB പോസിറ്റീവാ. അവന് തന്നെ അറിയാം അവൻ്റെ ആണെന്ന്. അതിന് പിച്ചേട്ടാ ഇത് നല്ല ഓർമ്മ കേട്ടോ. ഞങ്ങള് ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഏത് സമയത്താണെന്നൊക്കെ. അത് നമ്മൾ നന്നായിട്ട് അറിയാം അവൻ്റെ കുട്ടികളാണ് കേട്ടോ. വേറെ ഒരുത്തൻ്റെ കുട്ടിയല്ല. അതൊക്കെ ഞാൻ പൂസാവില്ല. ബിജി അവൻ്റെ കളി അടിപൊളി കളിയാണ്, ഇഷ്ടപ്പെടും, എനിക്കിഷ്ടം. കളി എന്ന് പറയുന്നത് നല്ല ഉസ്താദാണ്, നല്ല കളിയാട്ടോ. ആ കളിയിലെ 3 മക്കളായത്. കളി ഗുഡ്, മോശം പറയില്ല, സൂപ്പർ. അത്യാവശ്യം നല്ല മുതലാണ്. അത്യാവശ്യം ഉണ്ട്. അതിന് ഞാൻ കുറ്റം പറയില്ല, നന്നായിട്ടറിയാം. ഓക്കെ, അത്ര മുട്ടി നിൽക്കുന്നില്ല നിലമ്പൂരുകാര. മക്കളെ നോക്കാത്തവന് അപ്പനാന്ന് പറഞ്ഞതല്ല. അത് എത്ര വലിയ കൊണ്ടും ബിജിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തത് കേട്ടോ. സെക്സിലല്ല കാര്യടോ, മക്കളെ നോക്കണം അപ്പനായി കഴിഞ്ഞാ കേട്ടോ. സെക്സ് നോക്കി അവൻ്റെ കുണ്ണ നോക്കിയിട്ട് വലിപ്പം നോക്കിയിട്ട് പോകുന്ന ആളല്ല ബിജി. ഇതിന് വലിയ കുണ്ണ ബിജി ഇപ്പം കണ്ടിരിക്കുന്നു ദുബായിൽ വന്നിട്ട്. ദുബായിലല്ല ബഹ്റൈൻ വെച്ച് 7 വർഷമായിട്ട് പല കുണ്ണകളും കാണുന്ന ഞാനാ. ഓക്കെ, അങ്ങനെ സെക്സിന് ഇതാണ് ഞാൻ അവരോട് കിടന്നേനെ. എനിക്ക് അത്ര വലിയ കുണ്ണതരിപ്പൊന്നും എനിക്കില്ല. സംഭവം ആൾ അടിപൊളി കേട്ടോ, അത് ഓക്കെയാ, ഞാൻ കുറ്റം പറയില്ല.